ഓഫർ തട്ടിപ്പിന് ഇരയായി ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികളും മറയൂരിലും കാന്തല്ലൂരിലും 500-ലധികം സ്ത്രീകളാണ് തട്ടിപ്പിനിരയായത്. അനന്തുവിനെതിരെ 160 പരാതികളാണ് മറയൂർ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്. ഇടുക്കി ജില്ലയിൽ അനന്തുവിനെതിരെ 1400 പരാതികളും കിട്ടിയിട്ടുണ്ട്. അനന്തുവിനെതിരെ പരാതി കൊടുക്കരുത് എന്നാവശ്യപ്പെടുന്ന സീഡ് കോർഡിനേറ്ററുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള അനന്തുകൃഷ്ണനെ ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുത്താലും സാറിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് പിന്നെയും എടുക്കും. ആരെങ്കിലും കേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോകണ്ട. എന്നാന്ന് വെച്ചാൽ അങ്ങനെ പോയാൽ നമുക്ക് വന്നിട്ട് വീണ്ടും സാറിനെ അറസ്റ്റ് ചെയ്യും. പിന്നെ നമ്മുടെ പൈസ കിട്ടാതായി പോകും. അത് കാരണം കൊണ്ട് ആരും കേസിന് അങ്ങനെ പോകണ്ട. നമുക്ക് കേസ് കൊടുക്കാൻ പറയുന്നവർ നമുക്ക് കണ്ടെത്തി തരത്തില്ല. സാറും ഉണ്ടായാലേ കണ്ടെത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് ഇപ്പം നമ്മൾ സ്കൂട്ടിക്ക് അപേക്ഷ കൊടുത്തവരോട് ഞാൻ ദയവായിട്ട് പറയുക, നമ്മൾ കേസ് കാര്യങ്ങളായിട്ട് പോകണ്ട. നമുക്കിത് എങ്ങനെ പരിഗണിക്കാം, എങ്ങനെ നമുക്ക് ഈ പൈസ തിരികെ മേടിക്കാം, അല്ലെങ്കിൽ സ്കൂട്ടി മേടിക്കാനുള്ള രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. എത്രയും പെട്ടെന്ന് നമുക്ക് സാറ് പുറത്ത് വന്നാലേ അതിൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അത് കാരണം കൊണ്ട് സാറിനെ പുറത്തെടുക്കാനായിട്ട് NGO-കാരുടെ എല്ലാവരും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ കോർഡിനേറ്റർക്കാരും ചെന്നിട്ട് പത്രവായനയോട് പറയാൻ പോവുകയാണ്. നമുക്ക് ഇത്ര കാര്യം ചെയ്തിട്ടുണ്ട്. സ്കൂട്ടിയുടെ കാര്യമാണ് ഡിലേ ആയിപ്പോയത്. അത് എന്ത് ഡിലേ ആയെന്ന് വെച്ചാൽ നേരത്തെ പത്രവായന വന്ന പിന്നെയാണ് ഡിലേ ആയിപ്പോയത്. അത് ഫണ്ടൊക്കെ നമുക്ക് കണ്ടെത്തി തിരിച്ചു തരാനുള്ള രീതി നമുക്ക് ഡിലേ ആയിപ്പോയി. അത് കാരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്കൂട്ടി കിട്ടും. സാറ് പുറത്ത് വന്നിട്ടാണ് നമുക്ക് കാര്യങ്ങൾ അറിയത്തുള്ളൂ. അത് കാരണം സിജോ വർഗീസ് വിവരങ്ങളുമായി. സിജോ, ഈ തോട്ടം തൊഴിലാളികൾ ഈ പ്രശ്നത്തിൽ എന്തുമാത്രം കാര്യമായി പെട്ടുപോയിട്ടുണ്ട്? നിഷാദ്, വളരെ കുറഞ്ഞ വിലയ്ക്ക് നോട്ട് ബുക്കുകൾ നൽകാമെന്നും ഒപ്പം തന്നെ പാതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ തോട്ടം തൊഴിലാളികളെ അനന്തികൃഷ്ണൻ മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ തോട്ടം തൊഴിലാളികളാണ് ഇത്തരത്തിൽ വഞ്ചിതരായിരിക്കുന്നത്, തട്ടിപ്പിനിരയായിരിക്കുന്നത്. 500-ലധികം സ്ത്രീകൾ ഇത്തരത്തിൽ തട്ടിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. 160ഓളം പരാതികൾ മറയൂർ സ്റ്റേഷനിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണൻ അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പായി തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. താൻ പുറത്തിറങ്ങിയാൽ കൂടുതൽ കേസിൽ ആരും പരാതികൾ കൊടുക്കാനിടയാകരുത്, പുറത്തിറങ്ങിയാൽ ഇതിന്റെ ഒരു തടസ്സം നീക്കും, പൈസയോ അല്ലെങ്കിൽ പറഞ്ഞ വാഗ്ദാനമോ നടപ്പാക്കുമെന്നൊരു ഇതിന്റെ ഓരോ സന്ദേശം പുറത്തു വന്നിരുന്നു. ഇത് സമാനമായ ശ്രമങ്ങൾ അനന്തകൃഷ്ണൻ റിമാൻഡിൽ പോകുന്നതിന് മുമ്പായി തന്നെ നടത്തിയിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ സീഡ് കോർഡിനേറ്റർ നൽകിയിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം. അതായത് ഇപ്പോൾ കൂടുതൽ പരാതികളിലേക്ക് ആരും പോകരുത്, അങ്ങനെ പോയാൽ ഇത് ദിവസത്തെ പൈസ തിരികെ കിട്ടുന്നതിനോ അല്ലെങ്കിൽ ഈ സ്കൂട്ടർ തിരികെ ലഭിക്കുന്നതിനോ തടസ്സം നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം പരാതികളിലേക്ക് പോകരുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഈ സീഡ് കോർഡിനേറ്റർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇടുക്കി ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് 1400-ലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. 62 കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ ഓരോ സ്ഥലങ്ങളിൽ ലഭിച്ചു വരുന്നതിനിടയിലാണ് ഇപ്പോഴും ഇത്തരം പരാതികളിലേക്ക് കടക്കരുത് എന്നുള്ള വാദവുമായി ഒരു ഭാഗം ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വിവരങ്ങൾ നൽകിയത് തോട്ടം തൊഴിലാളികളും വ്യാപകമായി ഈ തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ട്.